വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ പെർസെൻറ്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഈ ഒരു മാറ്റർ ഡീറ്റെയിൽ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം KC's കെയർ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ നല്ല മാർക്സ് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇൻകം ടാക്സിലൊക്കെ O ഗ്രേഡ്, A+, A ഗ്രേഡ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ദെൻ ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റിവാലുവേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 11 ഓൾറെഡി ഓപ്പൺ ആണ്. ദെൻ നമുക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് മാത്രമല്ല, ചാനലിലൂടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ കുട്ടികളുടെ ഭാഗത്ത് നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഓക്കെ, സോ ഇനിയും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ നമ്മൾ MCOMന് ശേഷം നെറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് UGC നെറ്റ് കോമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സെമസ്റ്ററിലെയും റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് SGPA ആണ് അതിൽ കാണാൻ സാധിക്കുക. ലാസ്റ്റ് ഓരോ സെമസ്റ്ററിലെയും SGPA എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്, അതാണ് SGPA. ദെൻ നിങ്ങൾക്ക് 4 സെമസ്റ്ററിലെ റിസൾട്ട് വന്നപ്പോൾ SGPAയുടെ കൂടെ തന്നെ CGPA കിട്ടിയിട്ടുണ്ടായിരിക്കും, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതിനെയാണ് നമ്മൾ CGPA എന്ന് പറയാം. സോ ഈ CGPA എങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്കിനി ഓവറോൾ റിസൾട്ട് അല്ലേ അറിയണ്ടേ. സോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണെങ്കിലും അതിൻ്റെ മാക്സിമം CGPA എന്ന് പറയുന്നത് 5 ആയിരിക്കും എപ്പോഴും. മാക്സിമം CGPA 5 ആണ്. സോ നിങ്ങളുടെ പെർസെൻറ്റേജ് അറിയണമെങ്കിൽ ഇപ്പോൾ 5 ആണ് എങ്കിൽ 5 × 20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് അറിയാൻ പറ്റും. ഇപ്പോൾ 5 × 20 100% ആണ് മാക്സിമം. ഇപ്പോൾ നിങ്ങളുടെ CGPA എന്ന് പറയുന്നത് ഇപ്പോൾ 4 ആണ് എങ്കിൽ ഓവറോൾ 4 × 20 80% ആണ് നിങ്ങളുടെ പെർസെൻറ്റേജ് വരിക. ഇനിയിപ്പോൾ 3 ആണെങ്കിൽ 3 × 20 60% ആണ് വരിക. 3.5 × 20 നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പെർസെൻറ്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയേണ്ടതാണ് എനിക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഗ്രാജുവേഷൻ സെറിമണി PGക്കാർക്ക് ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. സെപ്പറേറ്റ് ഉണ്ടാവും തന്നെയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.